എൻ്റെ അനിയത്തി ജർമ്മനിയിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ നാത്തൂൻ ഭർത്താവിൻ്റെ സഹോദരി അമേരിക്കയിലാണ്. ഇവർ രണ്ടുപേരും പറഞ്ഞൊരു കാര്യം കൂടി ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. എൻ്റെ അനിയത്തി ഒരു ദിവസം ജർമ്മനിയിൽ വെച്ചിട്ട് കുളിമുറിയിൽ ബോധരഹിതയായി വീഴുന്നു. വീണിട്ട് അവളുടെ ഭർത്താവ് അവളെ ബെഡിലൊക്കെ കൊണ്ടുവന്ന് കിടത്തുന്നു. എന്നിട്ട് ഇവർ ആശുപത്രിയിലേക്ക് ഡയൽ ചെയ്യാണ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ബോധമില്ല, കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞപ്പോഴത്തേക്ക് ബോധം വന്ന് വെള്ളം കുടിച്ചു. അപ്പോൾ സംസാരിക്കുകയാണ്. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് പറയുകയാണ്, ജർമ്മനിയിലാണ്, ശരി നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് 2-ാം മാസത്തിൽ, വിളിച്ചതിന്റെ 2-ാം മാസത്തിൽ, ഈ ബോധരഹിതയും ഇപ്പം ബോധം വന്ന് കിടന്ന ആൾക്ക് 2-ാം മാസത്തിൽ നിങ്ങൾക്ക് വന്നിട്ട് ന്യൂറോ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് ഡോക്ടറെ കാണാമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് ഒരു എന്താ പറയുക, ബോധരഹിത പോയിട്ട് ഒരു തലയ്ക്കൊരു ചെറിയ ഇടിപ്പുണ്ടെങ്കിൽ, ഒരു കനം തോന്നിയാൽ നമ്മൾ അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏറ്റവും അടുത്ത് ചിലപ്പോൾ പബ്ലിക് ഹെൽത്ത് സെന്ററിലായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് ജില്ലാ ആശുപത്രിയിലായിരിക്കും പോകുന്നു, ഡോക്ടറെ കാണുന്നു. 1 മണിക്കൂറിനുള്ളിൽ 45 മിനിറ്റിനുള്ളിൽ നമ്മൾ മരുന്ന് വാങ്ങി തിരിച്ചു വരുന്നു. ഞാൻ എൻ്റെ നാത്തൂൻ്റെ ഭർത്താവിന് അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്ത് ഒരു ചെറിയ നെഞ്ച് വേദന ഉണ്ടാകുന്നു. ഒരു രാത്രി 2 മണിക്കാണ് നെഞ്ച് വേദന ഉണ്ടാകുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഹൃദയ സംബന്ധമായ അസുഖം നേരത്തെ വന്നതുകൊണ്ട് അദ്ദേഹം ആശങ്കാക്കുണ്ടെ അദ്ദേഹത്തെ അടുത്ത തൊട്ടടുത്ത ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകുന്നു. ഏതാണ്ട് ഒരു 1/2 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഇത് നോക്കുന്നു, ECG നോക്കുന്നു, കുഴപ്പമില്ല, അത് ഗ്യാസ് ട്രബിൾ ആണെന്ന് പറയുന്നു. ഏതാണ്ട് 140 രൂപ 150 രൂപ ECG എടുത്തതിന് കൊടുക്കുന്നു, തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ അദ്ദേഹം കൂടി പറയുകയാണ്, അവിടെ വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള ആളാണ്, ഒരു സംശയമില്ല, എനിക്കൊരു 10 വർഷത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു വരണം, എൻ്റെ കടമൊക്കെ തീർത്തിട്ട് തിരിച്ച് കേരളത്തിൽ വന്ന് കോഴിക്കോട് വന്ന് താമസിക്കണം എന്ന് അദ്ദേഹം പറയണം. ഈ ഒരൊറ്റ സംഭവം കാരണം ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ മെഡിക്കൽ സൗകര്യങ്ങൾ, നമ്മളിപ്പോൾ പറയുന്നത് എന്താ, നമ്മുടെ ആശുപത്രി സംവിധാനത്തെക്കുറിച്ച് ഇവിടെ സിസ്റ്റം തകർന്നു പോയെന്നല്ല ഞാൻ വിചാരിക്കുന്നില്ല. ഒരു സിസ്റ്റം തകർന്നു പോയിട്ടില്ല, നമുക്ക് അത്രയും സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു ആശുപത്രി കെട്ടിടം തകർന്നു വീഴുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു അത്യാസനയിൽ കിടന്ന നിലയിലുണ്ടായിരുന്ന ഒരു രോഗി ചിലപ്പോൾ മരിച്ചു പോകുന്നുണ്ടാകാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും, കോടിക്കണക്കിന് മനുഷ്യർ വരുന്ന നമ്മളൊക്കെ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഏറ്റവും അടുത്ത്, നമ്മുടെ വീടിനോട് ഏറ്റവും അടുത്ത് ചേർന്ന ആശുപത്രികൾ ഉണ്ടാവുകയും നമുക്ക് കാണാൻ പാകത്തിന് ഡോക്ടർമാരുണ്ടാവുകയും ഒരു ആരോഗ്യ സംവിധാനം, നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള സ്കൂൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, നമുക്ക് കറണ്ടിൽ കട്ടില്ലാതെ നമുക്ക് TV കാണാനോ വീടിനകത്തിരിക്കാനോ പുറത്തിരിക്കാനോ ഇതിനൊക്കെയുള്ള സംവിധാനങ്ങൾ. എനിക്ക് തോന്നുന്നു ഇത് ലോകത്ത് എവിടെ പോയിട്ട് അനുഭവിക്കാനാകും കോടിക്കണക്കിന് വരുന്ന ഈ ജനങ്ങൾക്ക് ഈ സൗകര്യം.